ലക്ഷം എന്ന് വെച്ചാൽ അടുത്ത ഭരണത്തിൽ കയറാൻ വേണ്ടി. അത് ഭക്തി നിർഭരമായ ഒരു സ്ഥലമാണ്, അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഒരുപാട് പേരൊക്കെ കയറി ശബരിമലയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞു. ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആയിപ്പോയി. ഇതിൽ 1 ലക്ഷം വോട്ടാണ് ലക്ഷ്യം, വേറെ ഒന്നുമല്ല. ഇതിൽ മുൻ സർക്കാരുകൾ ചെയ്തതിനേക്കാളും ഈ ഇപ്പോഴത്തെ സർക്കാർ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിക്കലുമല്ല, അവിടുത്തെ പൈസ വകമാറ്റി ചെലവഴിക്കാൻ വേണ്ടി, അല്ല വേറെ ഒന്നുമില്ല. നമസ്കാരം. വിവാദങ്ങൾക്കൊടുവിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. കൊട്ടിഘോഷിച്ച് നടക്കുന്ന സംഗമത്തിന് ആളുകളില്ല എന്നതാണ് ഇന്ന് വാർത്തകളിലൂടെയും മറ്റും കാണുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. BJPയും അതുപോലെ തന്നെ പ്രതിപക്ഷവും പറയുന്നത് പോലെ വോട്ട് ബാങ്ക് ആണോ ഇടത് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്, അതോ മറ്റേതെങ്കിലും ഇതിനു പിന്നിൽ അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുമോ? ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. അയ്യപ്പ സംഗമത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. സർക്കാർ പറയുന്നത് അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുക, ശബരിമലയിൽ വികസനം കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമെന്നാണ്. സാറിന് തോന്നുന്നുണ്ടോ അത് തന്നെയായിരിക്കും? സർക്കാരിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. അതിലൊരു രാഷ്ട്രീയ വിരുദ്ധമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഒരിക്കലും സർക്കാർ നല്ല രീതിയിൽ തന്നെയാണ് അത് ചിന്തിച്ച്. പ്രതിപക്ഷമായാലും BJP ആയാലും പറയുന്നത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് അവർ ഇത് ചെയ്യുന്നതെന്നാണ്. ഭക്തരെ ചാക്കിലാക്കുക. ഇലക്ഷൻ മുന്നിട്ടല്ലേ, എന്തായാലും സർക്കാർ വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. ഇപ്പോഴത്തെ ഇത് വെച്ചുകൊണ്ട് എന്തായാലും സർക്കാർ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്കായാലും പ്രതിപക്ഷം ഇതിനെ ഒരു മറ്റൊരു രീതി ചിന്തിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു ദുഷ്ടലാക്കും ഇതിന് പിന്നിലില്ല എന്ന് തന്നെ തോന്നുന്നു. തീർച്ചയായും അങ്ങനെ തോന്നുന്നുണ്ടോ? അത് തന്നെയായിരിക്കും, തന്നെയാണ്. ഇപ്പോ പ്രതിപക്ഷം ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ പറയുന്നത് ഇനിയിപ്പോ ഒരു നിയമസഭ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ടല്ലോ, അതില് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ്. അങ്ങനെയല്ല, അല്ലാതെ ഭക്തർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നടത്തുന്നത്. ഇനി വീണ്ടും മൂന്നാമത് ഇടത് സർക്കാർ തന്നെ വരുമെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? എന്താ അങ്ങനെ ഉറപ്പിച്ച് പറയാനൊരു റീസൺ? പാവപ്പെട്ട ജനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വരാൻ സാധ്യത ഉണ്ട്. ജനങ്ങൾ മൂന്നാമതും തിരഞ്ഞെടുക്കുന്നത് അവരെ തന്നെയായിരിക്കും. ആയിരിക്കാം. എന്ത് തോന്നുന്നു, എന്തായിരിക്കും ഇതിന് പിന്നിലെ ലക്ഷ്യം? എന്തായിരിക്കും ലക്ഷം എന്ന് വെച്ചാൽ അടുത്ത ഭരണത്തിൽ കയറാൻ വേണ്ടി. ഇപ്പോൾ അവർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിലൂടെ അവരുദ്ദേശിക്കുന്നത് ശബരിമലയിലെ വികസനം ചർച്ച ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പക്ഷേ ആകപ്പാടെ തമിഴ്നാട്ടിലെ 2 മന്ത്രിമാർ മാത്രമാണ് എത്തിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും എന്തായാലും ഇത് നടത്തുന്നതിനൊരു ചിലവുണ്ടായിരിക്കും. എന്തെങ്കിലും നടത്തിയിട്ട് വല്ല കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇല്ല. ഇപ്പോൾ പ്രതിപക്ഷവും BJP എല്ലാം ഒരുപോലെ പറയുന്നത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അവരുടെ ലക്ഷ്യം. ഭക്തരെ ചാക്കിലാക്കി എങ്ങനെയെങ്കിലും അവരുടെ വോട്ട് നേടുക, അല്ലാതെ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുക എന്ന് പറയുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. ഇല്ല. എന്തായിരിക്കും അപ്പോൾ സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? എന്തായിരിക്കും? വോട്ടിന്റെ കാര്യം തന്നെയായിരിക്കും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെയെന്ന് തോന്നുന്നു. അവിടെ എന്തോ 5 സ്റ്റാർ ഹോട്ടൽ വേണോ, എന്തോ ടൂറിസ്റ്റ് സെൻറ്റർ വേണോ? അത് ഭക്തി നിർഭരമായ ഒരു സ്ഥലമാണ്, അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാളത്തെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണല്ലോ, വേറെ ഒന്നുമല്ല. അല്ല, നത്തിങ് എൽസ്. അങ്ങനെ തോന്നുന്നു. എന്തായിരിക്കും ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് തോന്നുന്നു അവർക്ക്? എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. ചേട്ടൻ വാർത്തകളിലൂടെ കണ്ടു കാണുമല്ലോ, ആഗോള അയ്യപ്പ സംഗമം ഇന്നു മുതൽ തുടങ്ങുകയാണ്. അവിടത്തെയുള്ള വികസനം ലക്ഷ്യമിട്ടാണ് അവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഒരുപാട് പേരൊക്കെ കയറി ശബരിമലയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞ്, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. നല്ലൊരു ഭക്തിയും ഉള്ള ക്ഷേത്രമായിരുന്ന ഒരു ഇതാണ്, സന്നദ്ധയായിരുന്നു. അത് ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആയിപ്പോയി. അതാണ് അവിടെ വികസന സാധ്യതകൾ വരുമ്പോൾ എല്ലാവരും വീണ്ടും അവിടെ എത്തുകയല്ലേ? എല്ലാവരും എത്തുകയാണ്. അതെ, എല്ലാവരും എത്തുകയാണ്. അപ്പം ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് നല്ലതിനാണെന്ന് തോന്നുന്നുണ്ടോ? നല്ലതെന്നാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത് തോന്നുന്നത്. നല്ലത് ഒരു വികസനം അവിടെ കൊണ്ടുവരില്ല. ഞാൻ ഇന്നലെ ശബരിമല പോയിരുന്നു തൊഴാൻ വേണ്ടി. അവിടെ ഒരു വികസനം ഇവർ വരുന്നെന്ന് പറഞ്ഞും കൊണ്ട് എല്ലാം മെയിൻ്റെനൻസ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വക ചെയ്യുന്നില്ല. അവിടെ എന്താണ് ചെയ്യുന്നവരവിടെ? ഇന്നലെ പോയ സമയത്ത് തന്നെ ഇത്രയും നാൾ കുഴിവെള്ളം അടയ്ക്കാതിരുന്നത്, അവർ വരുന്ന പറഞ്ഞും കൊണ്ട് കുഴികളെല്ലാം അടച്ചു, കാടൊക്കെ വെട്ടിത്തെളിക്കുന്നു. ഇതൊക്കെ ഇതിനുള്ള കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്. നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. ചേട്ടാ, വരുന്ന തിരഞ്ഞെടുപ്പ് എന്തെങ്കിലും ഇതിന് പിന്നിൽ അവർക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കുമോ? ലക്ഷ്യം കാണും, അല്ല ചെയ്യില്ലല്ലോ അവർ ഇതൊന്നും. ഇതിൽ 1 ലക്ഷം വോട്ടാണ് ലക്ഷ്യം മെയിൻ, അല്ല വേറെ ഒന്നുമല്ല ഇതിൽ. എനിക്ക് തോന്നുന്നില്ല. എന്താ അഭിപ്രായം? അല്ല, ഞാനത് കെയർ ചെയ്യും. അതായത് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കതിൽ വലിയ വിശ്വാസമില്ല. ഇപ്പോൾ പ്രതിപക്ഷവും BJP ഒരുപോലെ പറയുന്നുണ്ട് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അവർ ലക്ഷ്യമിടുന്നത്, കോടികൾ ഇതിലൂടെ തട്ടിക്കുക എന്നതായിരിക്കും CPMന്റെ ലക്ഷ്യമെന്ന്. അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ ഈ രാഷ്ട്രീയത്തിൻ്റെയും ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാറില്ല.
അല്ല, ഒരു സമയത്ത് ഈ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചൊക്കെ ഒത്താശ ചെയ്തിട്ടുണ്ട് CPM. ആ CPM അവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അതിൽ 100% വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, എനിക്ക് വിശ്വാസമില്ല, അതിൽ വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പൊളിറ്റിക്കലായിട്ടൊന്നും. ഇപ്പം CPM-ന്റെ പല പ്രവർത്തികളും കാരണം ഭക്തർ ഒരുപാട് പേര് CPM-നോട് ഇന്ന് യോജിക്കുന്നില്ല. മേ ബി അവരെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിന് പിന്നിലുണ്ടായിരിക്കുമോ? അറിയില്ല, ഞാൻ ഇതിന് പൊളിറ്റിക്കലായിട്ട് യാതൊരു. എന്തായാലും കോൺഗ്രസ് ജയിക്കത്തുള്ളൂ. കോൺഗ്രസ് ജയിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. എന്താ ഇടത് സർക്കാർ ഇനി വരില്ല എന്ന് പറയാനുള്ള കാര്യം എന്താ? കാര്യങ്ങളെല്ലാം അഴിമതിയല്ലേ കാണിക്കുന്നത്. എന്ത് കാര്യം എടുത്താലും. അപ്പൊ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലും അഴിമതി ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ? അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. ഇടത് സർക്കാർ പറയുന്നത് ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്യുക, എന്തൊക്കെ വികസനം അവിടെ കൊണ്ടുവരാം എന്നതാണ് അതിലൂടെ അവർ ലക്ഷ്യമിടുന്നതെന്നാണ്. സാറിന് തോന്നുന്നുണ്ടോ അത് തന്നെയായിരിക്കും ഇടത് സർക്കാരിന്റെ ലക്ഷ്യമെന്ന്? അതാവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പ്രതിപക്ഷമായിക്കോട്ടെ BJP ആയിക്കോട്ടെ പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അവരുടെ ലക്ഷ്യം. കാരണം ഭക്തർ അവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് പല പ്രവർത്തികളിലൂടെയും. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും ചാക്കിലാക്കുക എന്നതാണ് CPM-ന്റെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും. ഇതിലൂടെ എന്തെങ്കിലും മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു ചർച്ചകളൊക്കെ വയ്ക്കുന്നതിലൂടെ? നിലവിൽ ഇപ്പം തന്നെ എല്ലാ മുൻ സർക്കാരുകൾ ചെയ്തതിനേക്കാളും ഈ ഇപ്പോഴത്തെ സർക്കാർ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇനി അതിന് ചുവട് പിടിച്ച് ബാക്കിയുള്ളതും കൂടെ ചെയ്യാനായിരിക്കാം. അത്രേ എനിക്കറിയാവൂ. ഒരിക്കലും അല്ല. അവിടുത്തെ പൈസ വകമാറ്റി ചെലവഴിക്കാൻ വേണ്ടി അല്ല, വേറെ ഒന്നുമില്ല മക്കളെ. അത് തന്നെയാണ് തോന്നുന്നില്ല, അത് തന്നെയാണ്. അതാണല്ലോ കോടതിയും പറഞ്ഞത്, ആവശ്യമില്ലാത്ത ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ നിങ്ങളെടുത്ത് അയ്യപ്പ സംഗമത്തിന് നടത്തണ്ടെന്ന് പറഞ്ഞത്. അല്ല, വേറെ ഒരു കാര്യമില്ല. പ്രതിപക്ഷവും BJP-യും പറയുന്നു ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഒരു ഭക്തരെ ചാക്കിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഇതിൽ വലിയ കാര്യമില്ല. ജനങ്ങൾ വോട്ട് ചെയ്യണത് അത് ചെയ്തോളും. പക്ഷെ ഇതല്ല, ഇത് പണത്തിന് വേണ്ടി മാത്രം, പണത്തിന് വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. അല്ല, അയ്യപ്പന്റെ മറവിൽ കോടികൾ തട്ടിയെടുക്കുക. അല്ലാതെ ആരും വിശ്വാസികളല്ല. ഈ പറയണ പ്രതിപക്ഷവും വിശ്വാസിയല്ല, ഈ ഭരണപക്ഷവും വിശ്വാസിയല്ല. ചുമ്മാ ആളുകളെ പറ്റിക്കുക അല്ലേ, അത്രേ ഉള്ളൂ. അവർക്കൊരു ഷെയർ കിട്ടിയ സംഭവം ചെയ്യുന്നു, പ്രതിപക്ഷത്തിന് ഷെയർ കൊടുത്താൽ ഈ സംഭവം ചെയ്യും. അവരും മിണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. യവന്മാരെല്ലാം കള്ളന്മാരില്ല. രാഷ്ട്രീയക്കാരനെ ഇപ്പൊ കള്ളനാണ്. അല്ല, ഇത് 5 വർഷം കൂടുമ്പോൾ അത് മാറി വരുന്നതല്ലേ. അത് പാർട്ടിക്കാരുടെ തീരുമാനം. അതല്ല, ജനങ്ങൾക്ക് ഏത് നല്ലത് അതാണ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. ചേട്ടന് തോന്നുന്നുണ്ടോ ഇത് നടത്തുന്നത് വഴി ശബരിമലയിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ എത്തുമെന്ന്? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അടുത്ത പാർട്ടി വരുമ്പോൾ അവർ വന്ന് കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അതായിരിക്കും ഉദ്ദേശം. കൊണ്ടുവരുവാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പ്രതിപക്ഷവും BJP ഒരുപോലെ പറയുന്നത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അവരുടെ ലക്ഷ്യം, അല്ലാതെ ശബരിമലയിൽ അവരൊരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ പോകുന്നില്ല എന്നാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നില്ല. ഇല്ല. വികസനം നല്ലതാണ്, ശബരിമല വികസനം നല്ലതാണ്. ഈ വികസനത്തിന്റെ മറവിൽ അവർ മറ്റു പല കാര്യങ്ങൾ അതിലൂടെ കാശ് തട്ടിയെടുക്കുക, വരുന്ന തിരഞ്ഞെടുപ്പിൽ കുറച്ച് ഭക്തർ അവർക്ക് വോട്ട് ചെയ്യുക, അതാണ് ലക്ഷ്യമിടുന്നതെന്ന് തോന്നുന്നുണ്ടോ? അതൊരു വശം മനസ്സിലായില്ലേ? അപ്പം അതും ചെയ്യുന്നുണ്ടായിരിക്കും. വികസനം നല്ലത് തന്നെ, രണ്ട് പാർട്ടി ഒരുമിച്ച് ചെയ്യുന്നത് നല്ലത് തന്നെ വികസനം.